ഏതാണ്ട് ഒരൊന്നൊന്നര കൊല്ലം മുമ്പാണ് രാത്രി വൈകി ഞാൻ സഫാരിയുടെ സ്റ്റുഡിയോയിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. നോക്കിയപ്പോൾ അത് എലമാൻ ഒരെലമാനെ എനിക്കറിയൂ ഈ ലോകത്ത്. ആ എലമാൻ കിർഗിസ്ഥാനിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കിർഗിസ്ഥാനിൽ പോയപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഫീഡ് ചെയ്തിട്ടാണ്. പിന്നീട് ഒരു തവണ മറ്റോ ഇത് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത്, സഞ്ചാരം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുത്തു. അദ്ദേഹം കണ്ടിട്ട് അതിശയകരമായ കമൻറ്റുകളൊക്കെ കണ്ട് ആവേശം കൊണ്ട് എന്നെ വിളിച്ചു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഇപ്പോൾ എന്തിനാണ് അപ്പോൾ വിളിച്ചത്? ഞാൻ ഫോൺ എടുത്തു. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ബിഷ്കേക്കിൽ നിന്നാണ്, നഗരത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഈ യാത്രയിൽ നിങ്ങളുടെ നാട്ടുകാരൻ ഒരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രിയുടെ ഭാര്യയായിരുന്നു. അവർ നിങ്ങളുടെ ആ പരിപാടി കണ്ടിട്ടാണ് അത്ര ഇവിടേക്ക് വരണമെന്ന് തീരുമാനിച്ചത്. അവർ നിങ്ങൾ താമസിച്ച അതേ ഹോട്ടലിൽ വന്ന് താമസിച്ചു. എന്നിട്ട് എന്നെ കണ്ടുപിടിച്ചു. അതിനുശേഷം അവരുമായിട്ട് കഴിഞ്ഞ 3-4 ദിവസം ഞാൻ ഇസിക്കൂൾ തടാകത്തിൻ്റെ തീരത്തുള്ള വിവിധ ഗ്രാമങ്ങളിലൂടെ പോയി. നിങ്ങൾ വന്ന സീസൺ പോലെ ആയിരുന്നില്ല. നിങ്ങൾ വന്നത് സമ്മറിലാണല്ലോ. ഇത് നല്ല വിൻ്ററായിരുന്നു. അതുകൊണ്ട് ഭീകരമായ തണുപ്പായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പ് അവർക്ക് അസഹ്യമായി. ഇങ്ങനെ ആ മിനിസ്റ്ററുടെ അവിടുത്തെ സന്ദർശനവും അദ്ദേഹത്തെ ഞാൻ കണ്ട നാടുകളിലൂടെയൊക്കെ ഇദ്ദേഹം കൊണ്ടുനടന്ന് കാണിച്ചതും ഒക്കെയായ കഥയാണ് പറഞ്ഞത്. ഈ കഥ പറയാനല്ല വിളിച്ചത്. ആ മന്ത്രിയുടെ ഭാര്യയും ഒക്കെ സഞ്ചാരവും അല്ലെങ്കിൽ നമ്മുടെ ചാനലിനും ഒക്കെ സ്ഥിരമായി കാണുന്ന ആളുകളാണെന്നും മന്ത്രിമാർ വരെ സ്ഥിരം കാണുന്നൊരു ചാനലാണ് നമ്മുടേതെന്നും ഒക്കെയുള്ള അതിശയകരമായ അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വിളിച്ചതാണ്. ഞങ്ങൾ കുറേ നേരം കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹത്തിന് അറിയേണ്ടത് ഇനി എന്നാണ് ഞാൻ ചെല്ലുന്നതെന്നാണ്. ചെന്നു കഴിഞ്ഞാൽ കിർഗിസ്ഥാൻ്റെ ഇനിയും കാണാത്ത കുറേ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം, ഗ്രാമങ്ങളിൽ പോയി ജീവിക്കാം. ഇനി ഒരു തവണ കൂടി നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, വരുന്നുണ്ട്, നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. ഈ എലമാനെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കിർഗിസ്ഥാനിലൂടെ 3 മുഴുവൻ ദിവസവും ഈ എലമാനാണ് എന്നെ കൊണ്ടുവന്നത്. ഈ എലമാനെ പരിചയപ്പെട്ട രസകരമായ കാര്യമാണ്. എനിക്ക് വേറെ പരിചയക്കാരൊന്നും കിർഗിസ്ഥാനിലുണ്ടായിരുന്നില്ല. ഞാൻ കിർഗിസ്ഥാനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകാൻ തീരുമാനിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് അപ്ലൈ ചെയ്താലും നമുക്ക് വിസ കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ തജിക്കിസ്ഥാനിലൊക്കെ പോകുമ്പോൾ എന്നെ സഹായിച്ച ഒരു അംബുരാജയുണ്ട്. ഈ അംബുരാജയോട് ഞാൻ വിളിച്ച് ചോദിച്ചു. അംബുരാജയ്ക്ക് ആ പ്രദേശം സെൻട്രൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ബന്ധങ്ങളുണ്ട്. അദ്ദേഹം എൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചിട്ട് അദ്ദേഹം തന്നെ അപ്ലൈ ചെയ്ത് അവിടെ നിന്നുള്ള വിസയുടെ കൺഫർമേഷൻ ലെറ്റർ എനിക്ക് മെയിൽ ചെയ്ത് തന്നു. അദ്ദേഹം പറഞ്ഞു, ഇതും പാസ്പോർട്ടുമായിട്ട് നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിസ അടിച്ച് കിട്ടും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഈ കിർഗിസ്ഥാനിലെ പ്രധാന കാഴ്ചകളെന്ത്, എങ്ങനെ പോകും, എന്താണ് ഗതാഗത സംവിധാനം, ഇതൊക്കെ പഠിക്കുകയായിരുന്നു പിന്നത്തെ ജോലി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടുത്തെ പ്രധാന ആകർഷണം, അല്ലെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തടാകമാണ്, ഇസിക്കൂൾ എന്ന് പറയുന്നൊരു തടാകം. പക്ഷേ അത് ഈ ബിഷ്കേക്ക് എന്ന് പറഞ്ഞ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്യണം. അത്രയും യാത്ര ചെയ്ത് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇസിക്കൂൾ എന്ന് പറയുന്ന വലിയൊരു തടാകത്തിൻ്റെ സമീപത്ത് എത്തും. ഈ തടാകത്തിന് ചുറ്റുമുള്ള ഒരു കറക്കമാണ് അവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആക്ടിവിറ്റി. അതൊരു 2 ദിവസം കൊണ്ട് വേണേൽ തീർക്കാം, അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കൊണ്ട് അവിടുത്തെ ഈ തടാകത്തിൻ്റെ തീരത്തെ ഓരോ ഗ്രാമങ്ങളും സന്ദർശിച്ച് അവിടുത്തെ റിസോർട്ടുകളിൽ താമസിച്ച്, അല്ലെങ്കിൽ വട്ടക്കൂടാരങ്ങൾ എന്ന് പറയുന്ന യൂർട്ട് ഹൗസുകൾ എന്ന് പറയുന്ന നാടോടി കൂടാരങ്ങളിൽ വസിച്ച് ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് അവിടുത്തെ ഗ്രാമീണ ജീവിതമൊക്കെ ആസ്വദിച്ച്, ഭക്ഷണമൊക്കെ ആസ്വദിച്ച്, ബീച്ചുകളിൽ സുഖകരമായിട്ട് വിനോദങ്ങളിൽ ഏർപ്പെട്ട്, ഈ തടാകത്തിൻ്റെ തീരം ബീച്ചാണ്, മണൽത്തീരങ്ങളാണ്, കടൽ തീരം പോലെ തന്നെ, അങ്ങനെ കറങ്ങി വരാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇതാണ് അവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഈ കൂടെ ഗ്രാമങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. പക്ഷേ എങ്ങനെ പോകും? അപ്പോൾ അവിടെ ആരും പരിചയമില്ല. ഈ അംബുരാജയ്ക്കാണെങ്കിൽ അവിടെ മറ്റാളുകളെ ഒന്നും പരിചയമില്ല. അദ്ദേഹം ഇത്രയും വിവരങ്ങളൊക്കെ ശേഖരിച്ചത് പണ്ടെന്നോ പോയൊരറിവിൽ നിന്നാണ്. അപ്പം നെറ്റിനെ ആശ്രയിക്കുക തന്നെ. ഞാൻ അവിടുത്തെ ടൂർ കമ്പനികളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അതിനകത്തെ 1-2 ടൂർ കമ്പനികളുടെ ഡീറ്റെയിൽസ് കിട്ടി. അവർക്ക് ഞാൻ മെയിൽ അയച്ചു. ഞാൻ ഇങ്ങനെ കേരളത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്, ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി ഒരു ട്രാവലോഗ് ചെയ്യാനാണ്. എനിക്ക് അവിടെ ഈ ഇസിക്കൂൾ തടാകത്തിന് ചുറ്റും യാത്ര ചെയ്യണം. അതുപോലെ ബിഷ്കേക്ക് നഗരത്തിൽ നിന്ന് യാത്ര പുറപ്പെടണം. തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കണം. ഇതിന് പറ്റുന്ന ഒരു SUV സ്വഭാവമുള്ള ഒരു കാറ് വേണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ഡ്രൈവറേയും വേണം. ഒരു മറുപടി അടുത്ത ദിവസം എനിക്ക് വരുന്നു. കാറൊക്കെ അറേഞ്ച് ചെയ്യാം, ഇംഗ്ലീഷ് അറിയുന്ന ഡ്രൈവറേയും കണ്ടുപിടിച്ച് തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്,
ഒരു ദിവസത്തേക്ക് $150 കൊടുക്കണം. $150 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 13,000-14,000 രൂപ വരും. ഒരു ദിവസത്തേക്കാണ് വണ്ടിക്കൂലി മാത്രം. അത് 300 കിലോമീറ്റർ വരെ വണ്ടി ഓടും. 300 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഓരോ കിലോമീറ്ററിനും 50 സെൻറ്റ് വെച്ച്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 45 രൂപ വെച്ച് ഓരോ കിലോമീറ്ററിനും അഡീഷണലും കൊടുക്കണം. നിങ്ങൾ പൈസ ഇപ്പോൾ അഡ്വാൻസ് ഒന്നും തരണ്ട. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും ഈ ഡ്രൈവറുടെ ഈ പൈസ സെറ്റിൽ ചെയ്താൽ മതി. രാവിലെ ഓട്ടം തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ എത്ര കിലോമീറ്റർ ഓടി നോക്കിയിട്ട് ആ പൈസ കൊടുക്കണം. ഓരോ ദിവസത്തെയും കൂലി അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ ചോദിച്ചു, ഈ ഡ്രൈവറുടെ അക്കോമഡേഷൻ എങ്ങനെയാണ്? അത് അദ്ദേഹം തന്നെ നോക്കിക്കോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട. ശരി. വീണ്ടും ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിൻ്റെ സജഷൻ ചോദിച്ചു. ഇത് ഏതൊക്കെയാണ് പ്രധാന സ്ഥലങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ബിഷ്കേക്കിലെ താമസത്തിൻ്റെ ഹോട്ടൽ മാത്രം ബുക്ക് ചെയ്യൂ. കാരണം ഓരോ ദിവസവും എത്ര ദൂരം ഓടിയെത്തുന്നു നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം. തന്നെയല്ല, അവിടെ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിലും മുറി കിട്ടുന്ന നിരവധി താമസയിടങ്ങളുണ്ട്. അത് ഈ ഡ്രൈവർക്ക് പരിചയമുണ്ട്. അയാൾ ഇതിലൂടെ സ്ഥിരം ടൂറിസ്റ്റുകളുമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു 2 ദിവസത്തെ രാത്രിയിൽ അങ്ങ് ബുക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ബിഷ്കേക്ക് നഗരത്തിൽ താമസിക്കാനുള്ള മുറി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഒരു ഹോട്ടൽ പ്ലാസ, പടമൊക്കെ കണ്ടിട്ട് ഗംഭീര ഹോട്ടലാണ്. പിന്നെയുള്ളത് അടുത്ത ദിവസം ഇസിക്കൂൾ തടാകത്തിൻ്റെ തീരത്ത് ചെല്ലുമ്പോൾ താമസിക്കുക അതിമനോഹരമായ റിസോർട്ട് കണ്ടു. 7,000 രൂപയാണ് അതിൻ്റെ വാടക. പക്ഷേ നല്ല ഗംഭീരമായ സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അത് തന്നെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതും ബുക്ക് ചെയ്തു. അവസാനം യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേദിവസം എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു. ഇതാണ് നിങ്ങളുടെ ഡ്രൈവറുടെ നമ്പർ എന്ന് പറഞ്ഞ് ഡ്രൈവറുടെ പേരും നമ്പരും. യലമാൻ, ELAMAN എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ എയർ അറേബ്യയിൽ ഷാർജയിൽ ചെല്ലുന്നു. ഷാർജയിൽ നിന്ന് ഒരു 1-2 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്ത വിമാനത്തിൽ മധ്യേഷ്യയ്ക്ക് മുകളിലൂടെ പറന്ന് നമ്മൾ പുൽമേടുകളും മലനിരകളും താഴ്വരകളും നദികളും കൃഷിയിടങ്ങൾ തീരെ കുറവാണ്, പുൽമേടുകളാണ് കൂടുതൽ. പുൽമേടുകൾ നിറഞ്ഞ പർവ്വതനിരകളും എല്ലാം നിറഞ്ഞ ഒരു പ്രദേശത്തൂടെ പറന്ന് നമ്മൾ ബിഷ്കേക്ക് എന്ന് പറയുന്ന ഇവരുടെ തലസ്ഥാന നഗരത്തിൽ പോയി ലാൻഡ് ചെയ്യുന്നു. എയർപോർട്ട് നഗരത്തിൽ നിന്ന് കുറേ അകലെയാണ്. ഞാൻ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ടാക്സികൾ കിട്ടും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരൊറ്റ ടാക്സി പോലും അവിടെ ഇല്ല. എനിക്ക് മുമ്പേ ഇറങ്ങി വന്നവർ പിടിച്ചുകൊണ്ട് പോയതായിരിക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാറ് ഇങ്ങനെ വരുന്നു. ഒരാളെ ഇറക്കിയിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കൈ കാണിച്ചു. എയർപോർട്ടിലേക്ക് വന്ന ആരെയും ഇറക്കി വിട്ടിട്ട് ഇങ്ങനെ കാറിങ്ങനെ വരികയാണ്. ഞാൻ വെറുതെ ഒന്ന് കൈ കാണിച്ചു. അയാൾ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സിറ്റിയിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എവിടെയാണ് പോകണ്ടേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഹോട്ടൽ ഇത് പ്ലാസ ഹോട്ടലാണ്. പ്ലാസ ഹോട്ടൽ എവിടെയാണ്? നഗരഹൃദയത്തിലെ ആ പാർക്കിനടുത്താണ്. അപ്പോൾ ഇവന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അത് ഈ സ്ഥിരം ഇങ്ങനെ കള്ള ടാക്സി ഓടിക്കുന്ന ഒരു കക്ഷിയാണ്. ടാക്സി അല്ല ശരിക്കും പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് 700 സോം വേണം. അപ്പോൾ 700 സോം എന്ന് പറഞ്ഞാൽ നമുക്ക് 700 യൂറോന്നോ $700 എന്നൊക്കെ വിചാരിക്കുന്ന പോലെ കരുതേണ്ടതില്ല. 700 സോം 700 രൂപയ്ക്ക് തുല്യം തന്നെയാണ്. ഈ 700 സോം എന്ന് പറയുന്ന ഒരു ചെറിയ തുകയാണ് ടാക്സി നിരക്ക്. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ സമ്മതിച്ചു. ശരി, ഞാൻ ടാക്സിയിൽ കയറി. ടാക്സിയല്ല, ഈ കാറിൽ കയറി. ഞങ്ങൾ യാത്ര തുടങ്ങി. അവിടുന്ന് കുറേ ദൂരം പോകണം. എനിക്കൊന്ന് നഗരത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് ഈ എയർപോർട്ട്. അങ്ങനെ ഓടി പല ഗ്രാമങ്ങളും കണ്ട് അവിടുത്തെ ഗ്രാമീണ വീടുകൾ, അവിടെയെല്ലാം ഉള്ള മോസ്കുകൾ, പിന്നെ ചെറിയ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ചില പള്ളികൾ, ഇങ്ങനെ അതിനെല്ലാം സ്വർണ്ണ താഴികൂടമൊക്കെ ആയിട്ട് പണിത് വെച്ചിരിക്കുന്ന പള്ളികളാണ്. അതൊക്കെ പിന്നിട്ട് കുറേ കൃഷിയിടങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രദേശം ബിഷ്കേക്ക് ഉൾപ്പെടുന്ന ഈ സമതല പ്രദേശം കൃഷിയുടെ ഒരു പ്രധാന സ്ഥലമാണ്. ധാരാളം ഗോതമ്പ് പാടങ്ങൾ, ചോളപ്പാടങ്ങൾ, ഇതൊക്കെ പിന്നിട്ട് നേർരേഖ പോലത്തെ നല്ല ഹൈവേ അതിവിടെ ഇങ്ങനെ ഓടുകയാണ്. പക്ഷേ വഴിയോരങ്ങളിലെ വീടുകൾ വലിയ ആധുനികമൊന്നുമല്ല. ഒരു സോവിയറ്റ് കാലഘട്ടത്തിലെ ഒരു ഷീറ്റ് മേഞ്ഞ ഒരു നിലയുള്ള വീടുകളൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് ചെന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പഴയ ഒരു സോവിയറ്റ് നാട്ടിലേക്ക് ചെന്നിറങ്ങിയതുപോലെയാണ്. പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു ഈ കിർഗിസ്ഥാനൊക്കെ. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇതെല്ലാം ഇന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ്. അങ്ങനെ ഓടി നമ്മൾ ബിഷ്കേക്ക് നഗരത്തിലെത്തുന്നു. പ്ലാസ ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കി വിടുന്നു. 700 സോം അപ്പം തന്നെ കൊടുത്തു. കാരണം ഞാൻ എയർപോർട്ടിൽ നിന്ന് സോമൊക്കെ മാറിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവൻ പോയി. അവനെ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, അടുത്ത ദിവസം വല്ലയിടത്തും പോകാനുണ്ടെങ്കിൽ പറയണം കേട്ടോ, എൻ്റെ നമ്പർ ഇതാന്ന് പറഞ്ഞിട്ടൊരു കാർഡ് എടുത്ത് തന്നു. ആ കാർഡ് മേടിച്ച് വെച്ചു. കാരണം എങ്ങാനും നമ്മുടെ യലമാൻ വന്നില്ലെങ്കിൽ വിളിക്കാൻ ഒരാൾ വേണമല്ലോ. ഞാൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. മുറിയിലേക്ക് പോയി. 7,000 രൂപയാണ് ഞാൻ പറഞ്ഞില്ല അവിടുത്തെ മുറി വാടക. അത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. മുറി ചെന്നു. തരക്കേടില്ലാത്ത മുറി, നല്ലൊരു ഹോട്ടലാണ്, നല്ലൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. മുറി കൊണ്ടുപോയി ബാഗൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആ സമയപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആകാറായി സമയം. വെയിൽ പയ്യൊന്ന് ആറി തുടങ്ങി. വേനൽക്കാലമാണ്. ഞാൻ ഈ പാർക്കിലേക്ക് ഇറങ്ങി.
അവിടുത്തെ പല കാഴ്ചകളിലേക്ക് പോയി. അവിടെ ചില വലിയ സ്റ്റേഡിയങ്ങളുണ്ട്. കാരണം സോവിയറ്റ് കാലത്തും മുതൽ ഇപ്പോഴും സ്പോർട്സിന്, ജിംനാസ്റ്റിക്സിന് ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളായി മധ്യേഷ്യൻ രാജ്യങ്ങളൊക്കെ. അപ്പോൾ എല്ലായിടത്തും നല്ല സ്റ്റേഡിയങ്ങളുണ്ടാവും. സ്പോർട്സ്, കല, സംസ്കാരം, സിനിമ, എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, മദ്യം, ഇതൊക്കെയായിരുന്നു സോവിയറ്റ് നാളുകളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ലഹരികൾ. അതായത് നല്ല റഷ്യൻ ബാലകൾ, റഷ്യൻ നൃത്തങ്ങൾ, നൃത്ത നാടകങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികൾ, ധാരാളം സിനിമകൾ, മോസ്ഫിലിം ഉൽപ്പാദിപ്പിക്കുന്ന സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കുന്ന നിരവധിയായ സിനിമകൾ, കൂടാതെ സ്പോർട്സ്, കായിക ഇനങ്ങളിലുള്ള യുവാക്കളെ മുഴുവൻ കായിക മേഖലയിലേക്ക് ഇറക്കും. എല്ലാവർക്കും കളി, ഇഷ്ടംപോലെ കളിക്കാനുള്ള കളിക്കളങ്ങളും അവസരങ്ങൾ, സ്റ്റേഡിയങ്ങളും. അപ്പോൾ ഒറ്റ കാര്യത്തിൽ മാത്രമേ അവിടെ ചെയ്യാൻ പാടില്ലാത്തുള്ളൂ. ആവശ്യമില്ലാതെ രാഷ്ട്രീയ ചർച്ച പാടില്ല, സർക്കാരിനെ നിയന്ത്രിക്കാനോ വിമർശിക്കാനോ പാടില്ല. നിങ്ങൾ ബാക്കി എന്തും ചെയ്തു, വോട്ട് എത്ര വേണേൽ കഴിച്ചു, യഥേഷ്ടം വോട്ട് ലഭ്യമാക്കുക. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കും. ഇപ്പോഴും അത് തുടരുകയാണ് റഷ്യയിലും ഈ സെൻട്രൽ ഏഷ്യൻ പഴയ സോവിയറ്റ് യൂണിയൻ നാടുകളെല്ലാം. മദ്യവും സിഗരറ്റും യഥേഷ്ടം. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും വലികാരാണ്, ആണും പെണ്ണും ഒക്കെ. അവർക്കുള്ള തിയേറ്ററുകളുണ്ട്, സിനിമാ തിയേറ്ററുകൾ. അതുകൂടാതെ ചെല്ലുമ്പോൾ വലിയ നഗര സ്ക്വയറുണ്ട്. അതിൻ്റെ പേര് മനാസ് സ്ക്വയർ എന്നാണ്. ഈ മനാസ് സ്ക്വയർ എന്ന് പണ്ട് അത് ലെനിൻ സ്ക്വയർ മറ്റായിരുന്നു. അവിടെ ലെനിൻ്റെ വലിയൊരു പ്രതിമയുണ്ടായിരുന്നേ. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലെനിൻ്റെ പ്രതിമ എടുത്ത് മാറ്റി വേറെടുത്തേക്ക് വെച്ചു. എന്നിട്ട് അവിടെ മനാസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ചരിത്ര പുരുഷനുണ്ട്, ഒരു ഐതിഹാസിക കഥാപാത്രം, ഒരു വീരൻ, ഒരു പടയാളി, പോരാളി. അദ്ദേഹത്തെയാണ് നാടിൻ്റെ ഒരു പ്രമാണിയായിട്ട് നമ്മുടെ മഹാബലി എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു ഇതിഹാസ പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ചൊരു സ്ക്വയർ, മനോഹരമായ കല്ല് വിരിച്ച സ്ക്വയറാണ്. അതിൻ്റെ മുന്നിലൂടെയാണ് പ്രധാന ദിവസങ്ങളിൽ, ഇവരുടെ ദേശീയ ആഘോഷ ദിവസങ്ങളിലൊക്കെ പരേഡുകളൊക്കെ നടക്കുന്നത്. കൂടാതെ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്, വമ്പൻ ഗംഭീരമായ ബിൽഡിങ്ങാണ്. ഇവരുടെ ഹിസ്റ്ററി മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പാർലമെൻറ്റൊക്കെ എന്ന് പറയുന്നത് വലിയ ക്ലാസിക് നിർമ്മിതികളായിരിക്കും. അതൊക്കെ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ അത്തരത്തിൽ ഡിസൈൻ ചെയ്തെടുത്താണ്. അവിടുത്തെ പ്രാദേശിക ഭരണത്തിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അതൊക്കെ പെർമനൻ്റായ സർക്കസ് കൂടാരങ്ങളുണ്ട്. അതായത് 365 ദിവസവും കളി നടക്കുന്ന, സർക്കസ് ടെൻറ്റുകൾ, പെർമനൻറ്റ് ടെൻറ്റല്ല, ശരിക്കും പറഞ്ഞാൽ കെട്ടിടം തന്നെയാണ്, പക്ഷേ ടെൻറ്റ് പോലെ തന്നെ ഇരിക്കുന്ന കെട്ടിടങ്ങൾ. പിന്നെ അവിടെ ഒരു സ്ക്വയറുണ്ട്, വിക്ടറി സ്ക്വയർ. ആ വിക്ടറി സ്ക്വയറിൻ്റെ നടുക്ക് വലിയൊരു വിക്ടറി മോണ്യുമെൻ്റ് ഉണ്ട്. അത് ശരിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സ്മാരകമാണ്. പഴയ സോവിയറ്റ് നാടുകളിൽ എവിടെ ചെന്നാലും കാണാം ഈ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ സ്മാരകങ്ങൾ. ആ സ്മാരകങ്ങളൊന്നും ചെറിയ സ്മാരകങ്ങളല്ല, ചെറിയൊരു തൂണുനാട്ടിയതല്ല. അതൊരു ലോകാത്ഭുതം പോലെ തന്നെ അവർ പണിത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാം ലോകമഹായുദ്ധത്തിലെ വിജയം ഇവർക്ക് എത്ര പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും, രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയത്തിൻ്റെ അങ്ങേയറ്റം വരെ പോവുകയും ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് സോവിയറ്റ് പൗരന്മാരെ അവർക്ക് നഷ്ടപ്പെടുകയും ഒരു വീട്ടിൽ നിന്ന് 2 പേരെങ്കിലും വെച്ച് കൊല്ലപ്പെടുകയും ചെയ്ത ഒരു മഹായുദ്ധമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. നമുക്കതിൻ്റെ തീവ്രത അറിയില്ല. നമ്മളുടെ വീട്ടിൽ നിന്ന് ആരും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മരിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളികൾക്ക് ഒരിക്കലും വേൾഡ് വാർ 2 എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ റഷ്യയിൽ ജീവിച്ചിരുന്നവർക്ക്, സോവിയറ്റ് യൂണിയൻ്റെ ആ രാജ്യങ്ങളിലൊക്കാലത്ത് ജീവിച്ചിരുന്നവർക്കൊക്കെ വീട്ടിൽ നിന്ന് സ്വന്തപ്പെട്ട 2-3 ആളുകളെങ്കിലും കൊല്ലപ്പെട്ട, പട്ടിണി കിടന്ന് എല്ലാവരും കൊല്ലപ്പെടുമെന്ന് ഉറപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നാളെ യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഇരച്ചു കയറി വന്ന് നമ്മളുടെ ഗ്രാമത്തെ ആരെ ഇല്ലാതാക്കി കളയുമെന്ന് ഭയന്ന് 5-6 വർഷം കഴിഞ്ഞുകൂടിയൊരു കാലമാണ്. എല്ലാ വീട്ടിൽ നിന്നും 2-3-4 ആളുകൾ വീതം 18 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സൈനികരായി പോയൊരു കാലം. സ്ത്രീകൾ ഉൾപ്പെടെ പല ഗ്രാമങ്ങളിലും മറ്റ് രാജ്യക്കാരുടെ സൈനികരാൽ റേപ്പ് ചെയ്യപ്പെട്ട, ഭീകരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലം. അവർക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ആ യുദ്ധത്തിൽ പരാജയത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു റഷ്യ. ഒരു കൊടിയ ശൈത്യകാലം അവരെ രക്ഷപ്പെടുത്തുകയും ജർമ്മൻ സൈന്യം പരാജയപ്പെട്ട് പിന്മാറുകയും ചെയ്തതാണ്. അതില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം തന്നെ വേറൊന്നാകുമായിരുന്നതാണ്. അപ്പോൾ അതിലെ വിജയം എന്ന് പറയുന്നത് അറ്റപ്പറ്റ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള ആർത്തി പോലെയാണത്. അയാളുടെ ഒരു അത്ഭുതം പോലെയാണ്. അതുകൊണ്ട് അവർ പഴയ എല്ലാ സോവിയറ്റ് സഖ്യരാഷ്ട്രങ്ങളിലും വേൾഡ് വാർ 2 വിക്ടറി സ്ക്വയറുകൾ പണിതു. വിക്ടറി സ്ക്വയറിൽ വിക്ടറി മോണ്യുമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ചെല്ലുന്നത് പാൻഫിലോഫ് പാർക്കിലേക്കാണ്. പാൻഫിലോഫ് പാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഉദ്യാനമാണ്. ഈ പാൻഫിലോഫ് പാർക്ക് ഇന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലമാണ്. കുട്ടികളല്ല, മുതിർന്നവരും ഒക്കെ കൂടെ വന്നാൽ അവർക്ക് എൻ്റർടൈൻഡ് ആവാനുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഈ പാർക്കിനകം. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ, റോഡിലേക്ക് ഫേസ് ചെയ്യുന്ന. എന്നാൽ ഒരു വശത്ത് ഈ പാർക്ക് കാണാവുന്ന രീതിയിലുള്ളൊരു. ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് കസേര വലിച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരാളകത്തുനിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് കഴിക്കേണ്ടത്? ഇദ്ദേഹം അവിടുത്തെ വിളമ്പുകാരനല്ല, ഇയാൾ അതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, എന്താണ് കഴിക്കാൻ പറ്റുന്നത്? പറഞ്ഞു, വോഡ്ക എടുക്കാം, ഞങ്ങളുടെ വോഡ്ക ഗംഭീരമാണ്. ഞാൻ പറഞ്ഞു, വോഡ്ക വേണ്ട,
ഞാൻ പിന്നെ വൈൻ എടുക്കട്ടെ, നല്ല റെഡ് വൈനുണ്ട്, ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വൈനാണ്. ഞാൻ പറഞ്ഞു അതും വേണ്ട. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ലഹരി ഇഷ്ടമല്ല എങ്കിൽ നല്ല ബീറുണ്ട്, 3% ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള ഒരു ബീറ്, അതും ഈ നാട്ടിലെ ഗംഭീര നന്നായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു ബീർ. അങ്ങനെ ഇയാൾ ബീറ് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അങ്ങേ സൈഡിൽ അങ്ങേരി ഇരുന്നു, കഥകൾ പറയാൻ തുടങ്ങി. ആ നാട്ടിലെ വിശേഷങ്ങൾ, ഈ രാജ്യം തകർന്ന് തരിപ്പണമായി പോയ ഒരു കാലത്തിൻ്റെ കഥ. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ട് പോകുന്നതിന് ശേഷം ഈ രാജ്യം വലിയ പ്രതിസന്ധിയിലായിപ്പോയി. കാരണം ഈ കിർഗിസ്ഥാൻ മനുഷ്യർ പൊതുവെ നാടോടികളായിരുന്നു. ആട്ടിൻകൂട്ടങ്ങളും കുതിരക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഈ പുൽമേടുകൾ നിറഞ്ഞ രാജ്യത്തൂടെ ഇങ്ങനെ ഇവയെ മേയിച്ച് നടക്കുകയും ഇഷ്ടമുള്ളിടത്ത് കൂടാരം അടിച്ച് താമസിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ സംരക്ഷണയിൽ അവർ കഴിഞ്ഞിരുന്നത്. വലിയ വ്യവസായങ്ങളോ വലിയ തൊഴിൽ ശാലകളോ അധികമൊന്നും ഈ കിർഗിസ്ഥാനിലുണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ അങ്ങ് തകരുന്നു. അതോടെ സ്റ്റേറ്റിൻ്റേതായ ഒരു സംരക്ഷണവും റേഷനോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതാവുന്നു. ജനം കൂടിയ പട്ടിണിയിലാവുന്നു. കുറേ ആളുകളൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ഈ കൂടാരത്തിൽ അടിച്ച് അലഞ്ഞു നടക്കുന്നതിൽ നിന്ന് നഗരത്തിലേക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് തേടി വന്നു. ഒത്തിരിയേറെ ആളുകൾ ജീവിതത്തിൽ ഒന്നും ചെയ്യാനല്ലാതെ പ്രതിസന്ധിയിലായി. വലിയൊരു ശതമാനം പേരും മദ്യപാനത്തിന് അടിമകളായി. മദ്യപിച്ച് ലേക്ക് കെട്ട് നടക്കുന്ന ആളുകളെയായിരുന്നു ഏതാണ്ടൊരു 90-കൾ മുതൽ 2000 ആണ്ട് വരെ ഈ കിർഗിസ്ഥാനിൽ കണ്ടിരുന്നത്. മദ്യപാനത്തിൽ അടിപ്പെട്ട് തകർന്നു പോയ കുടുംബങ്ങളുടെ കഥകളാണ് ഒരു 10 വർഷം ഉണ്ടായിരുന്നത്. ഞാനീ ചെല്ലുന്ന 2022 ആയപ്പോഴത്തേക്കും പയ്യെ പുതിയ തലമുറ ഇത്തരത്തിൽ ഈ ഹോട്ടൽ നടത്തുന്ന ചെറുപ്പക്കാരനെ പോലെ, അല്ലെങ്കിൽ മറ്റ് റെസ്റ്റോറൻറ്റുകളോ മറ്റ് ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകളെപ്പോലെ എന്തെങ്കിലും സംരംഭങ്ങൾ നടത്തി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം നേടി പുതിയ പ്രൊഫഷണലുകളായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോഴാണ് കിർഗിസ്ഥാൻ പയ്യെ ഒന്ന് നിവർന്നു നിൽക്കുന്ന സമയം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇയാളുടെ ബാല്യകാലത്തിൽ ഈ ട്രാൻസിഷൻ പീരീഡിലൊക്കെ അനുഭവിച്ച പ്രതിസന്ധികളുടെയൊക്കെ കഥ പറഞ്ഞ് കുറേ നേരം ഇരുന്നിട്ട് ഞാൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടലിലേക്ക് പോയി. പ്ലാസ ഹോട്ടലിൽ അന്ന് രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി. കറക്റ്റ് 8:30 ഒരു ഹോണ്ട CR-V കാറ് ഹോട്ടലിന് മുമ്പ് വന്നിരിക്കുന്നു. അതിനകത്തുനിന്ന് ഒരു പയ്യൻ അവൻ ഇറങ്ങി വരുന്നു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ മിസ്റ്റർ സന്തോഷ്? ഞാൻ പറഞ്ഞു അതെ, ഞാനാണ് എലമാൻ. ആ കൊള്ളാം. ഇയാൾക്ക് 28 വയസ്സുണ്ടെന്ന് പിന്നെ മനസ്സിലായി. ഓടാൻ തുടങ്ങി. നഗരത്തിൻ്റെ മറ്റ് ചില സ്ഥലങ്ങളിലൂടെയാണ് ഓടുന്നത്. പോകുമ്പോൾ പഴയ സോവിയറ്റ് കാലത്ത് പണിത സ്ട്രീറ്റുകളാണ്. സോവിയറ്റ് ആർക്കിടെക്ചർ ശൈലിയിൽ പണിത കെട്ടിടങ്ങൾ റോഡിൻ്റെ 2 വശത്തും. റോഡ് നല്ല വീതിയിലാണ് അന്നൊക്കെ പണിതിരിക്കുന്നത്. നേർരേഖ പോലുള്ള റോഡുകൾ. അതെല്ലാ സോവിയറ്റ് നാടുകളിലും വന്ന് അങ്ങനെയായിരുന്നു പണിതിരുന്നത്. ഒരു സോവിയറ്റ് ആർക്കിടെക്ചറിലും ഉണ്ടായിരുന്നു ആ കാലത്ത്. എല്ലാ നഗരത്തിനും കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല വീതിയിൽ റോഡ്. അതിൻ്റെ ഓരങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒരേ നിരയിൽ ഒരേ തരം മരങ്ങൾ. കൂടാതെ അതിനപ്പുറത്ത് ഒരു ക്ലാസിക് സോവിയറ്റ് ശൈലിയിൽ പണിത 3-4 നിലയുള്ള കെട്ടിടങ്ങൾ. മറ്റു ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പം പഴയ സോവിയറ്റ് അപ്പാർട്ട്മെൻറ്റുകളാണ്. അതെല്ലാം കണ്ട് കുറേ കൂടി നമ്മൾ നഗരം പിന്നിട്ട് പിന്നെ ഓട്ടമാണ്. ചില കാഴ്ചകളിലേക്കൊക്കെ പോയെങ്കിലും അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ സഞ്ചാരത്തിൽ നിങ്ങൾ കണ്ടാണ്. ഏതാണ്ടൊരു 3-3.5 മണിക്കൂർ നേരം ഓടി പല പ്രദേശങ്ങൾ പിന്നിട്ട് പല ഭൂപ്രകൃതികൾ പിന്നിട്ട് നമ്മൾ ഇസിക്കൂൾ തടാകം കണ്ടു തുടങ്ങി. നമ്മളീ പോകുന്ന ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം അങ്ങോട്ട് പോയാലേ തടാകത്തിൻ്റെ തീരത്തേക്ക് എത്തുള്ളൂ. അത് ചെറിയൊരു ചെരിവായിട്ട് കിടക്കായതുകൊണ്ട് താഴെയാണ് തടാകം കാണുന്നത്. അങ്ങോട്ടുള്ള റോഡ് ടാർ ചെയ്തൊന്നുമല്ല, റോഡാണ്. ഈ റോഡിലൂടെ ഓടി ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു ഗേറ്റുണ്ട്. അപ്പോൾ അവിടെ പൈസ കൊടുത്തെങ്കിൽ അകത്തേക്ക് കയറ്റുള്ളൂ. ഒരു പയ്യനാണ് അവിടെ നിൽക്കുന്നത്. ഒരു 10-12 വയസ്സുള്ള പിള്ളേരൊക്കെയാണ് ടിക്കറ്റ് വണ്ടി അകത്തേക്ക് വിടാനുള്ള പൈസ പിരിക്കാൻ നിൽക്കുന്നത്. അകത്തേക്ക് ചെല്ലുന്നു, വണ്ടി പാർക്ക് ചെയ്യുന്നു. ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കളിക്കുന്നുണ്ട്. വോളിബോൾ കളിക്കുന്ന ആളുകൾ, പുൽമേടുകളുണ്ട്. അവിടെ കുട്ടികളും കുടുംബമായിട്ട് കളിക്കുന്ന ആളുകൾ. പിന്നെയും നടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഈ തടാകത്തിൻ്റെ തീരത്തേക്ക് ചെല്ലുന്നു. ഇസിക്കൂൾ എന്ന് പറയുന്ന തടാകം. ചൂടുള്ള തടാകം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1600 മീറ്റർ ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഈ തടാകം ഉൾപ്പെടുന്ന പ്രദേശം. 1600 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാറൊക്കെ ഏതാണ്ട് ആ ഉയരത്തിലാണ്. അത്രയും ഉയരത്തിലുള്ളൊരു തടാകമാണ്. തന്നെയുമല്ല, ഈ പ്രദേശത്ത് മഞ്ഞുകാലമായി കഴിഞ്ഞാൽ ഇത്രയും ഉയരമില്ലെങ്കിൽ കൂടി ഭയങ്കര തണുപ്പിൻ്റെ നാടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള മലനിരകളും ഈ പ്രദേശം എല്ലാം മഞ്ഞിൽ മുറഞ്ഞു പോകുമെങ്കിലും ഈ തടാകം ഉറഞ്ഞു പോയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടാകത്തിൽ ഉപ്പ് ജലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഉപ്പ് ജല തടാകം ഇതാണ്. ലോകത്തെ ഏറ്റവും വലിയ 11ാമത്തെ തടാകം ഇതാണ്. ഈ തടാകത്തിന് ഏതാണ്ട് 178 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ 60 കിലോമീറ്ററാണ് വീതി. അപ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം വലിയ തടാകമാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു ജലാശയം അല്ലെങ്കിൽ അവരുടെ ബീച്ചുകളുള്ളത് മുഴുവൻ ഈ തടാകത്തിലാണ്. ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി. അവർക്ക് കടലിലേക്ക് ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ അവരുടെ ജലവിനോദങ്ങൾ, റിസോർട്ടുകൾ ഇതെല്ലാം ഈ തടാകത്തിൻ്റെ തീരത്താണ്.
പക്ഷേ ഈ തടാകത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്, എല്ലാ വർഷവും 6 സെൻറ്റിമീറ്റർ വീതം ഇതിൻ്റെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക, ഗ്ലോബൽ വാർമിംഗ് മൂലം. ഇത് വറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. ഏതാണ്ടൊരു 150 ചെറിയ ചെറിയ നദികളും അരുവികളും എല്ലാം ഇതിലേക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. പക്ഷേ ആ വെള്ളം കൊണ്ടൊന്നും പോരാ. തീരത്തോട്ട് ചെല്ലുമ്പോഴുള്ള കഥ അതല്ല, ആഘോഷത്തിൻ്റെ തീരമാണ്. ബീച്ച് കഴിഞ്ഞുള്ള ഭാഗം മുഴുവൻ ഈ യുർട്ടെന്ന് പറഞ്ഞാൽ വട്ടക്കൂടാരങ്ങളാണ്. ഇത്തരം കൂടാരങ്ങളിലായിരുന്നു ഒരു കാലത്ത് ഈ നാട്ടുകാർ മുഴുവൻ വസിച്ചിരുന്നത്. അവരിങ്ങനെ ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് കൊണ്ടാണ് അതിങ്ങനെ സ്ഥാപിക്കുകയല്ല, അവർ നാടോടികളായിരുന്നു. അവർക്ക് കുറേ കുതിരകൾ അല്ലെ പശുക്കൾ അല്ലെങ്കിൽ ആടുകളുണ്ടാവും. ഇതുമായിട്ട് ഇങ്ങനെ ഇതിനെ മേയിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുമ്പോൾ ഇവർ ഈ കൂടാരവും പൊളിച്ചുകൊണ്ടാണ് പോവുക. ഒരു കുടുംബത്തിന് 1, 2, 3 കൂടാരങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കൂടാരത്തിൽ 5, 6 പേർക്കൊക്കെ താമസിക്കാം. ഈ കൂടാരത്തിന് നടുക്ക് അടുപ്പുണ്ട്, അടുപ്പിൽ നിന്ന് ചൂട് മുറിക്കകത്തൊക്കെ കിട്ടും, ചുറ്റും കട്ടിലുകളുണ്ട്. ഇതിനകത്തായിരുന്നു ഇവരുടെ ജീവിതം. ഇന്നിത് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്നിപ്പോൾ ഇവർ നാടോടി ജീവിതം നയിക്കുന്നില്ല. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ അത് കുറഞ്ഞു വന്നു. പിന്നീട് ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം അത് പൂർണ്ണമായിട്ട് ഏതാണ്ട് നിന്നു. നാടോടികൾ അധികം ഇല്ല ഇന്ന് ആ നാട്ടിൽ. പക്ഷേ ആ നാടോടി കൂടാരങ്ങളെല്ലാം ഇന്ന് ടൂറിസത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ഞാനീ പറഞ്ഞ ഇസിക്കൂൾ തടാകത്തിൻ്റെ ഇത്രയും 400 കിലോമീറ്ററോളം ഉണ്ട് ചുറ്റളവിന്. ആ തീരങ്ങളിൽ മുഴുവൻ ഈ പറഞ്ഞ 10-50 സ്ഥലങ്ങളിലുള്ള ബീച്ചുകളും റിസോർട്ടുകളും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ മുഴുവൻ നമുക്ക് രാത്രിയിൽ പോയി ഇത്തരം കൂടാരങ്ങളിൽ താമസിക്കാം. ആ വലിയൊരു ആഘോഷമാണ്, വലിയൊരു ഇഷ്ടമാണ് ടൂറിസ്റ്റുകൾക്ക്. കൂടാതെ പകൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കൂടാരങ്ങളൊക്കെ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ടൂർ സംഘങ്ങളായിട്ട് വരുന്നവർക്ക് ഇതിനകത്ത് പടിഞ്ഞ് നിലത്തിരുന്ന് ഭക്ഷണം ഷഷ്ലിക്കയോ അല്ലെങ്കിൽ മാംസവിഭവങ്ങളോ ഒക്കെ ഗ്രില്ല് ചെയ്തതൊക്കെ ആഘോഷമായിട്ടിരുന്ന് കഴിക്കുന്നവർ കാണാം. അത്തരത്തിലുള്ള നിരവധി യുർട്ടുകളാണ് തീരത്ത്. അതിൻ്റെ അകത്ത് എല്ലാ ആളുകളുണ്ട്, എല്ലാത്തിനകത്ത് ആളുണ്ട്. തീരത്തോ ഈ ബീച്ചിലാണെങ്കിലോ ആണും പെണ്ണും എല്ലാം ആഘോഷ തീർപ്പിലാണ്. ഈ കിർഗിസ്ഥാൻ എന്ന് പറയുന്നത് ഏതാണ്ട് 90% മുസ്ലിംസ് ഉള്ളൊരു രാജ്യമാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇസ്ലാമിക ചിട്ടകളൊന്നും അധികം പാലിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും ഈ സോവിയറ്റ് യൂണിയൻ തകർന്ന് കിർഗിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായതിനു ശേഷം കുറച്ചുകൂടിയൊക്കെ ഒരു മതചിന്തയൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അവരിപ്പോഴും ആ സോവിയറ്റ് സ്വാതന്ത്ര്യത്തിൽ, സോവിയറ്റ് ജീവിതചര്യയിലൊക്കെ തന്നെയാണ്. ഈ ബീച്ചിൽ ആണും പെണ്ണും ഒക്കെ ചെറിയ ബിക്കിനിയൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അല്ലാതെ വസ്ത്രം പുതച്ച് മൂടിയ ആളുകളെയല്ല അവിടെ കാണുന്നത്. ബീച്ചിൻ്റെ വസ്ത്രം ധരിച്ച വേനൽക്കാലത്തിന് സ്യൂട്ടബിളായ വസ്ത്രമൊക്കെ ധരിച്ച് ബീച്ചിൽ നീന്തുന്നു, കളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ആണും പെണ്ണും ഒക്കെ ഈ ബീച്ചിൽ കാണാം. യാത്ര തുടരാൻ തീരുമാനിച്ചു. വണ്ടി കയറി വീണ്ടും മെയിൻ റോഡിലേക്ക് വന്നു. ഹൈവേയിലൂടെ പോകുമ്പോൾ വഴിയോരത്തെല്ലാം നിരവധി ചെറിയ കടകളുണ്ട്. ഈ കടകളുടെ പെട്ടിക്കടകൾ പോലെ, നമ്മുടെ വഴിയരികിലെ തട്ടുകടകൾ എന്നൊക്കെ പറയാവുന്ന പോലെ, ഇവിടെയൊക്കെ ഓരോ വീടിൻ്റെ മുമ്പിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടി കൊണ്ടേ നിർത്തിയ ഉടനെ വീട്ടിൽ നിന്ന് 2-3 ആളുകൾ ഇറങ്ങി വരും. അതിൻ്റെ അകത്ത് പഴങ്ങളാണ്. ചെറിയുണ്ട്, ആപ്രിക്കോട്ടുണ്ട്, അങ്ങനെ പലതരം പഴങ്ങളുണ്ട്. അതുപോലെ തന്നെ തേനുണ്ട്. ആ വീട്ടിലെ അല്ല അവരുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന തേന്, അല്ലെങ്കിൽ വളർത്തുന്ന തേനീച്ചയിൽ നിന്നുള്ള തേന്. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണക്കമീനാണ്. ഈ ഇസിക്കൂളിൽ നിന്ന് പിടിക്കുന്ന മീനെ പിളർന്നിട്ട് ഒരു ഇറുക്കിലൊക്കെ കുത്തി ഉണങ്ങാൻ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. വീണ്ടും ഓടി വലിയൊരു സ്റ്റേഡിയത്തിൽ ചെല്ലുന്നു. അതിവിടുത്തെ വലിയൊരു ഹിപ്പോഡ്രോമാണ്. ഹിപ്പോഡ്രോം എന്ന് പറഞ്ഞാൽ കുതിരയോട്ടത്തിൻ്റെ സ്റ്റേഡിയം. ലോക കുതിരയോട്ട മത്സരങ്ങൾ വരെ നടന്നിട്ടുള്ളൊരു ഗംഭീര സ്റ്റേഡിയമാണ്. അതിമനോഹരമായ സ്റ്റേഡിയം തടാകത്തിൻ്റെ തീരത്താണ്. ഈ സ്റ്റേഡിയത്തിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ തനി കിർഗിസ് പടയാളികളുടെ പഴയ നൂറ്റാണ്ടുകൾ മുമ്പത്തുള്ള അവരുടെ വേഷമൊക്കെ ധരിച്ച് ആളുകൾക്ക് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു യുവതി ഈ വേഷമൊക്കെ കെട്ടി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഞാൻ അവരുടെ അനുവാദം വാങ്ങിച്ചിട്ട് ഞാനും അവരുടെ ഷൂട്ട് എടുത്തു. അവർക്ക് ഇഷ്ടമായി. പക്ഷേ ഒറ്റ കണ്ടീഷനായിരുന്നു, അവർക്ക് ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. ഈ സ്റ്റേഡിയമൊക്കെ ഉൾപ്പെടെയുള്ള ഈ ഭാഗം ചോപ്പനാത്ത എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് നിരവധി റിസോർട്ടുകൾ, ഹോട്ടലുകൾ എല്ലാം ഉള്ളത്. ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ഹബ്ബാണ് ഈ ചോപ്പനാത്ത. അപ്പം ഈ ചോപ്പനാത്തയിൽ നിന്ന് പിന്നെയും ഒരു 30 കിലോമീറ്റർ പോയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാൻ ഈ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യലമാൻ എൻ്റെ ഈ ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, അത് ഇനി ഇവിടുന്ന് 30 കിലോമീറ്റർ പോകണം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാൻ മുറി കമ്പനി ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഈ ചോപ്പനാത്തയിൽ തന്നെയാണ്. അപ്പം നിങ്ങളെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ തിരിച്ചിവിടെ വരണം, എന്നിട്ട് രാവിലെ വീണ്ടും ഞാൻ വരണം. അപ്പോൾ കുറേയും കൂടെ വണ്ടി ഓടും. തന്നെയുമല്ല, നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ചോപ്പനാത്ത എന്ന് പറയുന്ന പട്ടണം ഒരു ടൂറിസ്റ്റ് പട്ടണമാണ്. അവിടെ നിരവധി ആക്ടിവിറ്റികളുണ്ട്. രാത്രിയിൽ ധാരാളം നല്ല ഹോട്ടലുകളുണ്ട്, ഭക്ഷണ വൈവിധ്യമുണ്ട്. നിങ്ങൾ ഈ ഇന്നൊരു ദിവസം യാത്ര ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതം കാണണം. നിങ്ങളിപ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്ന, റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നിടത്ത് നല്ല പ്രകൃതിയൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒരു മനുഷ്യരും ഉണ്ടാവില്ല. അവിടെ നിങ്ങളും ഈ തടാകവും നിങ്ങളുടെ മുറിയും നിങ്ങളുടെ കോട്ടേജും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ഏതെങ്കിലും ടൂറിസ്റ്റുകളുണ്ടെങ്കിൽ അവരും. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു കട പോലുമില്ല. ഒരു വിജനമായ സ്ഥലത്ത് ഈ തടാക തീരത്താണ് ഈ റിസോർട്ട്. എന്താ വേണ്ടേ? ഞാൻ ചോദിച്ചു, അവിടെ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തതല്ലേ, നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയോ? ഞാൻ പറഞ്ഞു പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല, പക്ഷേ അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പോൾ വേണമല്ലോ അത്
എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ആ കാശ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓതറൈസ് ചെയ്തിരിക്കുക. ഞാൻ ചെന്നില്ലെങ്കിൽ അവർ ആ കാശ് എടുക്കും. ഫോൺ നമ്പർ അയാൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇന്ന ടൂർ കമ്പനിയുടെ ആളാണ്, അദ്ദേഹത്തിന് ഇവിടെയാണ് താമസിക്കേണ്ടത്, എന്തൊക്കെയോ കുറേ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ല, ക്യാൻസൽ ചെയ്തോളാം പറഞ്ഞു. അവരങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എലവാനോട് ചോദിച്ചു, ഇനി ഞാൻ എവിടെ താമസിക്കും? അപ്പോൾ എലവാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ട, നമുക്ക് നല്ലൊരു ഹോട്ടലുണ്ട്, നിങ്ങളെ അവിടെ കൊണ്ടേക്കാം. അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് ഈ ചോപ്പനാത്ത നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് അദ്ദേഹം വണ്ടി ഓടിച്ചു വിട്ടു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു 5-6 നിലയുള്ള ഒരു വലിയ കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കെട്ടിടം പുറമേ നിന്ന് കാണുമ്പോൾ ഗംഭീരമാണ്, തെറ്റില്ലാത്ത നല്ലൊരു ഹോട്ടലാണ്. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. ഏതാണ്ട് ഒരു 3500 രൂപ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ മുറിവാടക കുറവാണ്. പക്ഷേ ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. എന്നെ അവിടെ ഇറക്കി ഹോട്ടലിൽ പരിചയപ്പെടുത്തി റൂമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എലവാൻ പറഞ്ഞു, ഞാനിന്ന് ഇനി പൊക്കോട്ടെ, നാളെ രാവിലെ 8:30 ഞാനിവിടെ ഹോട്ടലിന് മുമ്പിലുണ്ടാവും, നിങ്ങൾക്ക് അതുവരെ ഫ്രീ ആണ്. അപ്പോഴത്തേക്കും മണി ഒരു 4:30 ആയി. ഞാൻ പറഞ്ഞു ഓക്കെ. ഭക്ഷണം നമുക്ക് കഴിച്ചിട്ട് പോകുന്നോ? ഇല്ല, എനിക്ക് എൻ്റെ ധാരാളം സുഹൃത്തുക്കളുള്ള സ്ഥലമായത്, ഇന്ന് വൈകുന്നേരം ഞാൻ അവരുടെ കൂടെയാണ്. എനിക്ക് കാര്യം മനസ്സിലായി, പുള്ളി എല്ലാവരും നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് കൂടാൻ വേണ്ടി വന്നതാണ് പുള്ളി ഇവിടേക്ക് തന്നെ. ശരി, ഞാൻ മുറിയിലേക്ക് ചെന്നു. മുറി നോക്കുമ്പം തരക്കേടില്ലാത്ത മുറി. അപ്പോൾ ഞാൻ ക്യാമറയായിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ വഴിയോരം മുഴുവൻ ഈ ഷഷ്ലിക്ക് ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ്. ഷഷ്ലിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കനലിൽ ചുട്ടെടുത്ത മാംസം ഉണ്ടാക്കുന്ന വിഭവങ്ങളാണ്, മാംസവിഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു അർമേനിയൻ ഭക്ഷണ രീതിയാണ്. അത് പക്ഷേ 1900 ആദ്യ നാളുകളിലൊക്കെ റഷ്യയിലേക്ക് സ്പ്രെഡ് ചെയ്തു, റഷ്യയിലേക്ക് എത്തി. അർമേനിയക്കാരാണെന്ന് തോന്നുന്നു അവിടേക്ക് എത്തിച്ചത്. അത് ഈ ആട്, ബീഫ്, കോഴി, ഇതൊക്കെ ഷഷ്ലിക്ക്, പന്നി ഒക്കെ ഷഷ്ലിക്ക് ഉപയോഗിക്കാം. അതായത് മാംസം കഷ്ണങ്ങളാക്കി, തരക്കേടില്ലാത്ത കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അത് മാരിനേറ്റ് ചെയ്യും. യോഗട്ട്, ചെറിയ മസാലകൾ ഒക്കെ ഉള്ളതിനകത്ത് അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ അത് പുരട്ടി കുറച്ച് 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം അതൊന്ന് സോഫ്റ്റാക്കി എടുക്കാനുള്ള ചില സാധനങ്ങളൊക്കെ അതിൽ പുരട്ടും. എന്നിട്ട് ഒരു ഇരുമ്പ് കമ്പിയിൽ കോർക്കും. ഈ കമ്പിയിൽ കഷ്ണങ്ങളോടൊപ്പം തന്നെ ചിലതിൽ സവാള, ചിലതിനകത്ത് ക്യാപ്സിക്കം, അങ്ങനെ പല വെജിറ്റബിൾസും ഓൾട്ടർനേറ്റായിട്ട് ഇതിൽ കോർത്ത് വെക്കും. ഇറച്ചിയാണ് പ്രധാനം. അത് ഓരോ കഷ്ണങ്ങളായിട്ട് തന്നെയാണ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങൾ, 8-10 കഷ്ണം കാണും ഒരു കോറമ്പലയിൽ. എന്നിട്ട് ഇത് കൽക്കരിയുടെ തീ കത്തിച്ചിട്ടുള്ള കനലുകളുണ്ടാകും. ആ കനലിൻ്റെ മുകളിൽ ഒരു ട്രേ പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു വിശറി കൊണ്ട് വീശി അങ്ങനെയാണ് പരമ്പരാഗത രീതി ചെയ്യുക. പയ്യെ തീ കത്തില്ല, ആ കനലിൻ്റെ മുകളിലേക്ക് ഇരിക്കും. ഇത് കുറച്ച് അങ്ങ് തീ ചൂട് കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് നെയ്യ് ഉരുകി കനലിലേക്ക് വീഴും. അപ്പോഴത്തേക്കും അവിടെ പ്രദേശത്തേക്ക് മുഴുവൻ ഒരുതരം സ്മെല്ലങ്ങ് പരക്കും. അപ്പോൾ ഈ വഴിയെ നടന്നു പോകുന്നവരെല്ലാം ഈ ഇറച്ചി മൊരിയുന്നതിൻ്റെ ഒരു മണം വന്നിട്ട് വഴിയെ പോകുന്നവരെ മുഴുവൻ പ്രലോഭിപ്പിക്കും. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു സംശയം വേണ്ട, അപ്പോൾ ചെറിയ വിശപ്പുകൂടി ഉണ്ടെങ്കിൽ എന്താണ് അതിനകത്ത് കയറിയിരിക്കും. അങ്ങനെ ഇത് ചുട്ടെടുക്കുന്നു, അത് അപ്പം തന്നെ പ്ലേറ്റിലേക്ക് ഇടുന്നു, കഴിക്കുന്നു. നല്ല ഗംഭീര ടേസ്റ്റാണ്, അതീവ ഗംഭീരമായ ടേസ്റ്റ്. ഇതും വോഡ്കയും കൂടെയാണ് ഈ സോവിയറ്റ് നാടുകളിലുള്ളവരുടെ മുഴുവൻ, എനിക്ക് തോന്നുന്ന മിക്കവാറും ദിവസങ്ങളിലെ ഭക്ഷണം. ഒരു ഗംഭീര വിഭവമാണ് ഈ ഷഷ്ലിക്കിയും ഈ പറഞ്ഞ റൊട്ടിയും കൂടെ ഉള്ളൊരു ഒരു വിഭവം. അപ്പോൾ ഇതിങ്ങനെ വഴിയോരങ്ങളിൽ മുഴുവനുണ്ട്. അങ്ങനെ ഞാൻ ഇത് ഓരോന്നും കണ്ട് ഇങ്ങനെ നടന്ന് മെയിൻ സ്ട്രീറ്റിലേക്ക് ചെല്ലുന്നു. ഈ മെയിൻ സ്ട്രീറ്റിലേക്ക് ചെല്ലുമ്പോൾ ചിലരെ പരുന്തുമായിട്ട് വരുന്നുണ്ട്, വമ്പൻ പരുന്തുകൾ. ഇവർ ബീച്ചിൽ നിന്ന് വരുന്നതാണ്. ബീച്ചിൽ ഈ കയ്യാൽ വെച്ച് കൊടുക്കും ഈ പരുന്തിനെ. അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അതിന് അവന്മാർ കുറേ സോം ചോദിച്ചു, കുറച്ച് സോമൊക്കെ കൊടുത്ത് വിട്ടു. അല്ലെങ്കിൽ പരുന്തും ഇവന്മാരും പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും നടന്ന് ചെല്ലുമ്പം പാട്ടും ഗംഭീരമായ ലൈറ്റിങ്ങും ഒക്കെ ആയിട്ടൊരു റെസ്റ്റോറൻറ്റ്, അതിനകത്തേക്ക് കയറി ചെന്നു. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സംഗീതം, കരാക്കയും ചേർന്ന സംഗീതമാണ്. അപ്പോഴത്തേക്കും 2 വോഡ്കയൊക്കെ അടിച്ച റഷ്യൻ മദാമ്മമാരൊക്കെ പയ്യെ ഇറങ്ങി വന്ന് ഡാൻസ് തുടങ്ങി. ഒരു സ്ത്രീ ഡാൻസ് തുടങ്ങിയപ്പോഴത്തേക്കും വേറെ കുറച്ച് പേരുടെ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വോഡ്കയുടെ ബലത്തിൽ പലരും നൃത്തം തുടങ്ങി. നല്ല ഗംഭീരമായ ഡാൻസ്, പാട്ട്, ലൈറ്റ്, അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള രാത്രി ആഘോഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ചോപ്പനാത്ത. ഈ കാഴ്ചകളെല്ലാം കണ്ട് അത് ചിത്രീകരിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ ഹോട്ടലിലേക്ക് മടങ്ങി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.